ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഹൈദരാബാദി പോപ്പുലർ ഡിഷായിട്ടുള്ള ചിക്കൻ ഹലീമിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ ഹോൾ വീറ്റാണ് എടുക്കേണ്ടത്. പക്ഷേ ഇതിപ്പം നമുക്ക് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 15ഓളം ബദാം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഓട്സ്, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. വെളുത്ത എള്ളാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുതിരാൻ വേണ്ടി 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് 4 സവാള വേണം, ഒരു 10 ബദാം, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 300 ഗ്രാം ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അപ്പം ഈ എടുത്തിരിക്കുന്ന സവാളയും ബദാമും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വറുത്ത് കോരി എടുക്കാനുള്ളതാണ്. വഴറ്റാനുള്ള സവാള നമുക്ക് വേറെ എടുക്കാം. അത് ഞാനിപ്പോൾ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ഒരു 6 ഗ്രാമ്പു, 6 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 6 കുരുമുളക്, 2 ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാലും വേണം, 1/2 കപ്പ് തൈരും വേണം. ആദ്യം നമുക്ക് ഈ സവാളയും ബദാമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. സവാളയൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. ബദാമും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുക്കറിലാണ് ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ജീരകവും പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, സവാളയൊന്ന് നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 2 മിനിറ്റ് ഇതിലിട്ട് നന്നായിട്ട് ഈ ഓയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബോണോട് കൂടിയുള്ള ചിക്കൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. വീണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 1 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 കൈപ്പിടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതിൽ നിന്ന് 1 കൈപ്പിടി സവാള എടുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നേരം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഈ ടൈം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. പ്രഷറൊക്കെ പോയിട്ട് ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ ചിക്കൻ്റെ ആ പീസൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് അത് ആ എല്ലിൽ നിന്ന് ആ ചിക്കൻ്റെ ആ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ഫ്ലഷൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ടൈം കൊണ്ട് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ അതിട്ട് കൊടുക്കാം. ഗോതമ്പിൻ്റെ ആ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്കകത്ത് കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിക്കൊള്ളും, അന്ന് അരച്ചതായതുകൊണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഒരു സ്മാഷറോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ ചിക്കനും ആ കൂട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലായിടത്തും എത്തി നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിലെല്ലാം ഒന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് ഗരം മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില. ഇത് ഇരുന്ന് തന്നെ നന്നായിട്ട് തിക്കായിക്കോളും. പിന്നെ ചെറിയൊരു പീസ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹലീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്